അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഓർക്കണം, മദീനയുടെ മസ്ജിദിലേക്ക് ഒരു സഹാബി വന്ന് കയറി. ആ സഹാബി വന്ന് കയറിയപ്പോൾ അവിടെ അത്തറിന്റെ മണം പരന്നു. അത്തറിന്റെ മണം പരന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, നല്ല അത്തറിന്റെ മണം പരക്കുന്നല്ലോ, നീ നിക്കാഹ് ചെയ്തോ എന്ന് ചോദിച്ചു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ ഒരു സഹാബി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ശരിയാ, ഇന്നലെയായിരുന്നു എന്റെ നിക്കാഹ്. ഇതിൽ നിന്ന് പഠിക്കേണ്ട പാടാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്ഷണിക്കാതെ മദീനയിൽ വിവാഹങ്ങൾ നടന്നിരുന്നു. അതാണ് പാഠം. സല്ലല്ലാഹു അലൈഹി, അത്രേ ആവശ്യമുള്ളൂ. അതിൽ കൂടേണ്ടവർ കൂടിയാൽ മതി. ലോകത്തെ എല്ലാ നേതാക്കളും, ലോകത്തെ സകല മന്ത്രി പടകളും, അവരുടെ വാഹന വ്യൂഹങ്ങളും, അവരുടെ അകമ്പടിയായ പോലീസ് വാഹനങ്ങളുടെ സംഘങ്ങളും, പിന്നെ ആരൊക്കെ കൊണ്ടുവന്നിട്ട് തന്റെ ഗമ കാണിക്കാൻ ആരെയൊക്കെ ക്ഷണിക്കാൻ പറ്റുമോ അവരെ മുഴുവനും ക്ഷണിച്ച്, ഗമ കാണിക്കൽ മാത്രം, വന്നവർക്ക് ഭക്ഷണം കൊടുക്കൽ പോലും ലക്ഷ്യമല്ല. കഴിക്കട്ടെ, കഴിക്കാതിരിക്കട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും തിന്ന് പോയിക്കോട്ടെ, ഗമ. അതുകൊണ്ട് വരുമ്പോ തന്നെ റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ടാവും. അപ്പം മാത്രമല്ല ഗമ, പിന്നീട് ഗമ റെക്കോർഡ് ചെയ്ത് കാത്തു സൂക്ഷിക്കാൻ, ആ ഗമ തലമുറകൾക്ക് തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും എന്ന് പണ്ടവരെ മുദ്രാവാക്യം വിളിച്ചില്ലേ. ഞങ്ങളുടെ കുടുംബത്തിന്റെ തറവാടിന്റെ ഗമ ഇന്നവരൊക്കെ വന്ന് കൂടിയതാണെന്ന് തെളിയിക്കുന്ന ഇത്തരം സാഹചര്യങ്ങൾ, ആർഭാടങ്ങൾക്ക് നികുതി കൊണ്ടുവരാൻ സർക്കാരുകൾ നിർബന്ധിതരാകുന്ന ഒരു കാലം വരും. അതാണ് ഇനി വരാൻ പോകുന്നത്. ഇത്തരം ആർഭാടങ്ങളിൽ നികുതി ശേഖരിക്കണം. ആ നികുതി പാവങ്ങളെ പുര നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളുടെ കല്യാണത്തിന് കൊടുക്കാൻ ജനാധിപത്യ സർക്കാരുകൾ നിയമം ഉണ്ടാക്കണം. ഒരുപാട് വീട് നിറഞ്ഞു നിൽക്കുന്ന പാവങ്ങൾ, ഈ ആർഭാടം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഈ വക പ്രദേശങ്ങളിൽ നിന്ന് മൈസൂരിലേക്ക് പെൺകുട്ടികളെ കെട്ടിച്ചയക്കുന്നു. അവർ വേശ്യാപ്പണി ചെയ്യേണ്ടി വരുന്നു. വേശ്യാപ്പണി ചാനലുകളിൽ പച്ചക്ക് ന്യൂസ് വന്നു. ഇവിടുന്ന് കെട്ടിച്ചയച്ച പെൺകുട്ടികൾ സാമ്പത്തിക ശേഷിയില്ലാഞ്ഞിട്ട്, ഇവിടെ പുതിയാപ്പിളമാരെ കിട്ടാഞ്ഞിട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് വിവാഹം ചെയ്തയച്ചിട്ട് അവരവിടെ പർദ്ദയിട്ട വേശ്യകളെ സൃഷ്ടിച്ച ഏർപ്പാടായിട്ട് മൈസൂർ കല്യാണം മാറി. പർദ്ദയിട്ട വേശ്യകൾ. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള ചാനലുകളിൽ വന്ന പരിപാടികൾ കാണുകയോ കണ്ടവരോട് അന്വേഷിക്കുകയോ ചെയ്യണം. ഒരു ഭാഗത്ത് വലിയ ആർഭാടം, മറുഭാഗത്ത് ദാരിദ്ര്യം കൊണ്ട് മഹാപാപങ്ങളിലേക്ക് തള്ളപ്പെടുന്ന പാവപ്പെട്ട പെൺകുട്ടികൾ. ആ പെൺകുട്ടികളുടെ കണ്ണീര് തുടക്കാനാണ് ഈ പൈസ ഉപയോഗിക്കേണ്ടത്. ചുരുക്കത്തിൽ ആ സഹാബിയുടെ ജീവിതഗതിയെ ഒന്ന് വിലയിരുത്തണം. ഈ ഈത്തപ്പഴം കൊണ്ടുപോയിട്ട് കൊടുക്കേണ്ടത് ദരിദ്രർക്കല്ലയോ അല്ലാഹുവിന്റെ റസൂലേ? എങ്കിൽ മദീനയിൽ എന്നേക്കാൾ വലിയ ദരിദ്രനില്ല അല്ലാഹുവിന്റെ റസൂലേ എന്ന് പരിശുദ്ധ റസൂലിനോട് ആ സഹാബി പറയേണ്ട താമസം സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഈത്തപ്പഴം ഈ സഹോദരന് കൊടുക്കാൻ പോവാണ്. അതോർത്തിട്ട് നബി ചിരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള സാധനം ഈ കുടുംബത്തിൽ തന്നെ എത്താണല്ലോ എന്ന് ഓർത്തിട്ട് പുണ്യ റസൂൽ പുഞ്ചിരി തൂകി. പുഞ്ചിരി തൂകിയപ്പോ അവിടുത്തെ പല്ലുകൾ തിളങ്ങി കണ്ടു എന്ന് സഹാബത്ത് എഴുതി വെച്ചു. അത്രയേറെ, രണ്ട് ചുണ്ടുകളും കുറച്ച് അകറ്റിയിട്ട് റസൂൽ ചിരിച്ചു എന്നാണ് സഹാബത്ത് പറഞ്ഞത്. സാധാരണ ചിരിക്കുമ്പോ ചെറിയ മന്ദഹാസം മാത്രമേ റസൂലിൽ ഉണ്ടാകാറുണ്ടായിരുന്നുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ പൂപ്പുഞ്ചിരി അട്ടഹസിച്ച് പുണ്യ റസൂൽ ചിരിക്കാറുണ്ടായിരുന്നില്ല. ഇത് കേട്ടപ്പോ അല്പം ചുണ്ടുകൾ രണ്ടും അകറ്റിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പുഞ്ചിരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, നീ നിന്റെ വീട്ടുകാർ കൊണ്ടുപോയി കൊടുക്കുന്നു. വിഷയം അവസാനിച്ചു. ഒരടിമയെ മോചിപ്പിക്കേണ്ട കേസ്, കുറെ ആളുകൾക്ക് അന്നം കൊടുക്കേണ്ട കേസ്, കുറെ ദാനം ചെയ്യേണ്ട കേസ്, അതൊക്കെ സമുദായത്തെ പഠിപ്പിച്ചു. ഖിയാമത്ത് നാൾ വരെ പഠിപ്പിക്കാനുള്ളതൊക്കെ ഈ ഒറ്റ സംഭവത്തിലൂടെ പഠിപ്പിച്ചു. നോമ്പ് നോറ്റിട്ട് ഇങ്ങനെ സൂക്ഷിക്കണമെന്ന് പഠിപ്പിച്ചു. അഥവാ അങ്ങനെയുള്ളത് വന്നുപോയാൽ നീ എന്ത് ചെയ്യണമെന്നും പഠിപ്പിച്ചു. പക്ഷെ ആ പാവപ്പെട്ടവനെ രക്ഷിക്കുകയും ചെയ്തു. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുക്മ് പഠിപ്പിച്ചു, പക്ഷെ റഹ്മത്ത് കാട്ടി. ശറഇന്റെ ഉടമസ്ഥനായി വന്നിട്ട് ശറഅ് പഠിപ്പിച്ചു, പക്ഷേ റഹ്മത്തുൽ ലിൽ ആലമീനായി കരുണ കാട്ടുകയും ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. മിമ്പറിന്റെ രണ്ടാമത്തെ പടവിലേക്ക് ഞാൻ കയറിയപ്പോ ഖാല, ജിബ്രീൽ പറയുകയാണ്, ബഅദമൻ, ഹൃദയം താങ്ങി പിടിച്ചിട്ട് വേണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇത് കേൾക്കാൻ. എനിക്ക് ഈ ഹദീസ് ഭയങ്കര ഇമ്പുള്ള ഹദീസാണ്. ഈ ഹദീസിന് വേണ്ടി ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു.
ഏതെങ്കിലും ഒരു ഹദീസിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ ഹദീസിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ ഹദീസ് ഒരു 100 കണക്കിന് തവണ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇതിങ്ങനെ അറബി എടുത്തിട്ട് ഓരോ വാക്കും മാന വെച്ചിട്ട് ഞാൻ പറയുന്ന ആദ്യം ഞാൻ ഇതിൻ്റെ ആശയം 100 കണക്കിന് തവണ പറഞ്ഞിട്ടുണ്ട്. എത്രയോ സ്റ്റേജുകൾ. ഇത് ഞാൻ ലഫ്ദ് വെച്ച് മാന വെക്കുന്നത് എൻ്റെ ജീവിതത്തിൽ നിന്ന് ആദ്യം. ഇന്ന് ഞാനത് നിയത്ത് വെച്ചു, ഇന്നത് ചെയ്യണം. കാരണം റമദാനോട് ബന്ധപ്പെട്ട ഒരു ഹദീസും കൂടിയാണ്. ഞാൻ 2ാമത്തെ പടവിലേക്ക് കാല് വെച്ചപ്പോൾ കാല ജിബ്രീൽ പറയുകയാണ്, ബഅദ മൻ ദുകിർത ഇൻദഹു, അങ്ങയുടെ പേര് കേട്ടിട്ട് ഫലം യുസല്ലി അലൈക, നബിയെ അങ്ങയുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാതെ ഇരിക്കുന്നവൻ അകലെയായി പോകട്ടെ, അവൻ നശിക്കട്ടെ, അവൻ തകരട്ടെ. അങ്ങയുടെ പേര് കേട്ടിട്ട് ദുകിർത, ഇത്രയും കാലം റസൂലുള്ളാഹിന്റെ ഹദീസിൽ മുഴുവൻ എൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ, ദുകിർതു എല്ലാ ഹദീസിലും ഒറ്റ ഹദീസ് ദുകിർത, അങ്ങയുടെ പേര് പറഞ്ഞു. അത് പറയുന്നത് മുഖറബായ ജിബ്രീൽ. ബഅദ മൻ ദുകിർത ഇൻദഹു, അവൻ നശിച്ചു പോകട്ടെ, അവൻ അകലെയായി പോകട്ടെ. ആര്? അങ്ങയുടെ പേരവന്റെ മുമ്പിൽ പറയപ്പെട്ടു. ഫലം യുസല്ലി അലൈക, എല്ലാ ഹദീസിലും ലം യുസല്ലി അലയ്യ, എൻ്റെ പേര് കേട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ, എൻ്റെ പേര് കേട്ട് മിണ്ടാതിരുന്നവൻ, എൻ്റെ പേര് കേട്ട് മൗനമായവനാണ് ബഖീൽ, അവന്റെ രോഗം ബുഖലാണ്. എൻ്റെ പേര് എൻ്റെ മേൽ സ്വലാത്ത്, എൻ്റെ മേൽ സ്വലാത്ത്. അതിന് വിപരീതമായി അങ്ങയുടെ പേര്, അങ്ങയുടെ മേലുള്ള സ്വലാത്ത്. അത് കേട്ടപ്പോഴോ ഫഖുൽതു ആമീൻ, അതിന് ഞാൻ ആമീൻ ചൊല്ലി. എൻ്റെ സഹാബത്തെ, പണ്ഡിതന്മാരൊക്കെ മൂക്ക് കുത്തി വീഴും, പാമരന്മാരും വീഴും, വലിയോരും വീഴും, ചെറിയോരും വീഴും. റസൂലുള്ളാഹിന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാനുള്ള യോഗം ഉണ്ടായില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ ഇങ്ങനെ താഴിട്ട് പൂട്ടിയിട്ട് ചുണ്ട് വെച്ചു ഫെവിക്കോൾ ഒട്ടിച്ച പോലെ ഇരിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. പണ്ഡിതനും പാമരനും ധനാഢ്യനും ഒക്കെ പിശുക്കനായി പോകുന്ന നേരമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഈ സ്വലാത്തിന് ഇത്ര വലിയ പ്രാധാന്യം വെച്ചത്? അങ്ങനെയാണ് ഇതിൻ്റെ ആകെ ഘടന. ഈ ലോകത്ത് നന്മകൾ മുഴുവനും മുഹമ്മദ് റസൂലുള്ളാഹിനെ ആശ്രയിച്ചാണ്. നീ പല്ല് തേക്കുന്നത് തുടങ്ങിയിട്ട് അവിടുന്ന് തുടങ്ങുന്നുണ്ട് നിന്റെ നബിയുടെ നന്മ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ മൂത്രിച്ച് ശുദ്ധിയാക്കുന്നിടത്ത് തുടങ്ങുന്നുണ്ട്. നീ ഭാര്യയുടെ കൂടെ കടന്നുറങ്ങിയിട്ട് കുളിക്കണം എന്ന് പറഞ്ഞിടത്ത് തുടങ്ങുന്നുണ്ട്. ഭാര്യയുടെ കൂടെ കടന്നുറങ്ങിയിട്ട് കുളിക്കേണ്ട കാര്യം തിരിക്കണം. അതിലൂടെ അശുദ്ധി, അതിലൂടെ മാലിന്യം. പക്ഷേ അതിൽ ആരോഗ്യ തത്വങ്ങളുണ്ട്, അതിൽ ദാർശനിക പൊരുളുകളുണ്ട്, അതിൽ മഹത്തായ ജീവിതത്തിന്റെ ഔന്നത്യമുണ്ട്, അതിൽ ഉന്നതമായ തത്വങ്ങളുണ്ട്. അവിടുന്ന് തുടങ്ങുന്നുണ്ട് ഈ ഉപകാരം. ഒരുപാട് ഉപകാരങ്ങളാ. ഇത് മുഴുവനുമായി വന്നിട്ട് ത്യാഗം ചെയ്ത്, ഒരുപാട് പ്രയാസങ്ങൾ ഏറ്റെടുത്ത്, ഒരുപാട് മർദ്ദനങ്ങൾ സഹിച്ച്, ഒരുപാട് കഷ്ടപ്പാടുകളോട് മല്ലിട്ട്, ഒരുപാട് ത്യാഗങ്ങളെ അനുഷ്ഠിച്ച് തായിഫിന്റെ തെരുവുകളിലൂടെ എറിഞ്ഞു ഓടിക്കപ്പെട്ടു. ഞാൻ ബുദ്ധിമുട്ടിയ പോലെ, ഞാൻ പ്രയാസപ്പെട്ട പോലെ എനിക്ക് മുമ്പ് മറ്റൊരു പ്രവാചകനും പ്രയാസപ്പെട്ടിട്ടില്ല. മാ ഊദിയ നബിയ്യും മിൻ ഖബ്ലി മിസ്ല മാ ഊദീത്. ഞാൻ ഉപദ്രവിക്കപ്പെട്ട പോലെ എനിക്ക് മുമ്പ് ഒരു പ്രവാചകനും ഉപദ്രവിക്കപ്പെട്ടിട്ടില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد. فلما رقيت ثالثا, ഞാൻ മൂന്നാമത്തെ പടവിൽ ചവിട്ടിയപ്പോൾ ഖാല ജിബ്രീൽ പറയുകയാണ്, ബഅദ മൻ അദ്റക അബവൈഹിൽ കിബർ ഔ ഇഹ്ദാഹുമാ ഫലം യുദ്ഖിലാനിൽ ജന്ന ഫഖുൽതു ആമീൻ. ഈ മൂന്ന് കാര്യം ഘടിപ്പിച്ച രീതി എന്നെ എന്നും ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് റമദാൻ മാസം, ഒന്ന് റസൂലുള്ളാഹിന്റെ മേലുള്ള സലാത്ത്, മൂന്നാമത്തത് മാതാപിതാക്കൾ, ഉമ്മയും ബാപ്പയും. ഉമ്മാക്കും ബാപ്പാക്കും പ്രായം വന്നു, വാർദ്ധക്യം വന്നു. എന്നിട്ട്
ഫലം യുദ്ഖിലാഹുൽ ജന്ന. അത്ഭുതമായ വൃത്താന്താണ് റസൂൽ പറയുന്നത്. അല്ലാഹ്, വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കൾ ഇവനെ സ്വർഗത്ത് കടത്തിയില്ല. ഈ മകനെ വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കൾ ഈ മകനെ സ്വർഗത്ത് കടത്തിയില്ല. വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളോട് കൂറ് കാണിച്ചാലേ ഇയാൾ സ്വർഗത്ത് കിടക്കുള്ളൂ എന്ന് പഠിപ്പിക്കാൻ അറബി ഭാഷയിലെ ഒരു ലഫ്ളേ വേണ്ടുവെന്നുള്ളൂ അല്ലാഹുവിന്റെ റസൂലിന്. ഹദീസിന്റെ ഘടന, റസൂലുള്ളാഹിന്റെ വാക്കുകൾ വഹയാണല്ലോ, അള്ളാഹിന്റെ അടുക്കുന്ന വരണാണെന്ന് റസൂൽ സ്വന്തം നിലക്ക് പറയില്ലല്ലോ. ഇയാൾ ബാപ്പാനോടും ഉമ്മാനോടും തെറ്റെന്നൊന്നുമല്ല പറയുന്നത്, ഇയാൾ അവരെ അവഗണിച്ചു എന്നൊന്നുമല്ല. മൻ അദ്റക അബവൈഹിൽ കിബർ, മാതാപിതാക്കൾക്ക് വാർദ്ധക്യം വന്നു, അത് എഴുതാഹുമ, അല്ലെങ്കിൽ രണ്ടിലൊരാൾക്ക്, രണ്ടാൾക്ക് ഒന്നിച്ചു വരണമെന്നില്ല. ഫലം യുദ്ഖിലാഹുൽ ജന്ന, രണ്ടാളും ഇവനെ സ്വർഗത്ത് കടത്തില്ല. രണ്ടാളും ഈ മകനെ സ്വർഗത്ത് കടത്തില്ല. മകനെ സ്വർഗത്ത് കടത്തുന്നത് മാതാവും പിതാവുമാണ്. അവർ നേർവഴിക്ക് ബാപ്പാനും ഉമ്മാനും നോക്കണം, നല്ല സ്വർഗത്ത് കിടക്കുള്ളൂ. അതുണ്ടായില്ല. അവൻ നശിക്കട്ടെ എന്ന് ജിബ്രീൽ പറഞ്ഞപ്പോൾ ഞാൻ ആമീൻ ചൊല്ലി. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിലൊന്ന് പരിശുദ്ധ റമദാൻ. ധാരാളം പേർക്ക് നരകമോചനം നൽകുന്നത് പരിശുദ്ധ റമദാനിൽ. റമദാനിലെ ഉംറ ഹജ്ജിന് സമമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബുഖാരി, മുസ്ലിം. നോമ്പ് നോറ്റിട്ട് ആരെങ്കിലും നമ്മളോട് വഴക്കിടാൻ വരികയാണെങ്കിൽ ഞാൻ നോമ്പുകാരനാണെന്ന് പറയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പിൽ ഒഴിവുകാരുണ്ട്, രോഗം ഒഴിവുണ്ടാവാം, അതൊരു ന്യായമാക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ കാര്യമായ രോഗമൊന്നുമില്ല, എന്നാ രോഗം എന്ന് പറഞ്ഞിട്ടിരിക്കുക. ചിലര് പറയാ ഡോക്ടർ പറഞ്ഞിട്ട് എന്നോട് നോമ്പ് നിൽക്കണ്ടെന്ന്. ഇവന്റെ ഷറഇന്റെ ഉടമസ്ഥനൊക്കെ ഡോക്ടറാകുക, ഡോക്ടറെ മേലേക്ക് ചായ. വേറൊന്ന്, ഒക്കെ എനിക്ക് പറ്റും, വിശപ്പ് സഹിക്കാൻ പറ്റില്ല എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അത്ര ആളുകൾ. ചിലവർക്ക് റമദാൻ കച്ചവട സീസണാണ്, ഇയാൾ ബിസിനസ്സുകാരനാണ്. ഞാൻ പീടികയിൽ ഇറങ്ങിയാൽ എൻ്റെ കച്ചവടം ക്ഷീണിക്കും, അതുകൊണ്ട് എനിക്ക് നോമ്പ് എടുക്കാൻ പറ്റില്ല. രാത്രി ചരക്കെടുക്ക എന്ന് ആലോചിച്ച് നോക്കണം. അള്ളാഹു തഖ്വയ്ക്ക് വേണ്ടി ഒരു മാസം ഉണ്ടാക്കി, ഇവനത് ദുനിയാവിന്റെ വ്യാപാര മേളയാക്കി. റമദാൻ വ്യാപാര മേളയുടെ അവസരമല്ല, റമദാൻ തുണിപ്പീടികകൾ നിറയേണ്ട സമയമല്ല, റമദാൻ പെണ്ണുങ്ങൾ ഷോപ്പിങ്ങിന് ഘോഷയാത്ര നടത്തേണ്ട സന്ദർഭമല്ല. റമദാൻ ആത്മീയതയുടെ വസന്തകാലമാണ്. പക്ഷേ ഇളവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ വദഅ ലിൽ മുസാഫിരി ശത്റ സ്വലാത്തി വസ്സൗം, നിസ്കാരത്തിലും നോമ്പിലും അല്ലാഹു യാത്രക്കാരന് ഇളവ് നൽകിയിരിക്കുന്നു. മർദി, മുല കൊടുക്കുന്ന സ്ത്രീക്ക്, ഗർഭിണിയായ സ്ത്രീക്കും മുല കൊടുക്കുന്ന സ്ത്രീക്കും നോറ്റ് വീട്ടാനുള്ള അവസരത്തോടെ ഇളവ് നൽകപ്പെട്ടിരിക്കുന്നു. റമദാൻ യാത്ര ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. എന്നാ പിന്നെ യാത്രക്കാരനായി നോമ്പൊന്നും ഒഴിവാകാം. നോമ്പ് മുഴുവനും യാത്ര, സഫർ, സഞ്ചാരം. നോമ്പ് ഒരു സഞ്ചാരത്തിന്റെ മാസമല്ല, നോമ്പ് വ്യാപാരത്തിന്റെ മാസവുമല്ല. യുദ്ധവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുമതി കിട്ടിയിട്ടും ചില സഹാബികൾ നോമ്പ് ഒഴിവാക്കിയില്ല. അതാണ് നമ്മുടെ മുമ്പിലുള്ള മാതൃക. രോഗവും യാത്രയും കഴിഞ്ഞിട്ട് നോമ്പിനുള്ള അവസരം ലഭിച്ചു. ഒരാൾക്ക് രോഗം കാരണം നോമ്പ് നിൽക്കാൻ പറ്റിയില്ല, യാത്ര കാരണം നോമ്പ് നിൽക്കാൻ പറ്റിയില്ല. യാത്ര കഴിഞ്ഞു, രോഗം കഴിഞ്ഞു, നോമ്പ് വീട്ടാനുള്ള അവസരം ഉണ്ടായി. പക്ഷെ അയാൾ മരണപ്പെട്ടു നിർവഹിക്കാതെ. എങ്കിൽ അയാളുടെ അനന്തരാവകാശികൾക്ക് ആ നോമ്പ് വീട്ടാനുള്ള നിർബന്ധിത അവസ്ഥയുണ്ട് എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇയാൾ സോക്കടായി കിടന്ന് നോമ്പ് പറ്റില്ല, നോമ്പ് നിൽക്കാൻ അയാൾക്ക് ഒഴിവ് വീട്ടി. പക്ഷെ അയാൾക്ക് രോഗം മാറി, അയാൾക്ക് നോമ്പ് നോറ്റ് വീട്ടാമായിരുന്നു. പക്ഷെ അയാൾ അതിനെ മെനക്കെട്ടില്ല, അയാൾ മരിച്ചു. ജീവിച്ചിരിക്കുന്ന ഉറ്റ ബന്ധുക്കൾ അത് വീട്ടണം. അവരെ മേലെ ഈ ഭാരം കയറ്റി വെച്ചിട്ടാണ് പരലോകത്തേക്ക് പോണതെന്ന് ഓർത്താൽ നോമ്പിന്റെ ഗൗരവം എത്രമാത്രം ഉണ്ടാകും. മൻ മാത്ത, ഒരാൾ മരണപ്പെട്ടു, വഅലൈഹി സിയാം, അയാളുടെ മുകളിൽ നോമ്പിന്റെ ബാധ്യതയുണ്ട്. സാമഅൻഹു വലിയുഹു, അവന്റെ ഉത്തരവാദപ്പെട്ടവരാ നോമ്പ് നോൽക്കട്ടെ എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബുഖാരി, മുസ്ലിം. അവസരായ വൃദ്ധജനങ്ങൾക്ക് ഇളവുണ്ട്. ഒരു പാവപ്പെട്ടവന് ആഹാരം നൽകുക എന്ന നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ഹുമാമ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഏറ്റവും ഉത്തമമായ കർമ്മം ഏതാണ്? റസൂലുള്ളാഹി പറഞ്ഞു, വ്രതം അനുഷ്ഠിക്കൂ, അതിനേക്കാൾ ഉത്തമമായ ഒരു കർമ്മമില്ല. ബുഖാരി, മുസ്ലിം. നോമ്പ് പാപങ്ങളിൽ നിന്നുള്ള രക്ഷാ കവചമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നസായിയിൽ വന്ന ഹദീസ്, നോമ്പുകാർക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ ഒരു പ്രത്യേക കവാടമുണ്ട്, റയാൻ എന്നാണ് അതിന്റെ പേര്. നോമ്പുകാർ മാത്രമേ അതിലൂടെ പ്രവേശിക്കുകയുള്ളൂ. എല്ലാ നോമ്പുകാരും കടന്നു കഴിഞ്ഞാൽ ആ കവാടം അടക്കപ്പെടും. ബുഖാരി, മുസ്ലിം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പും ഖുർആനും ഖിയാമത്തിൽ അടിമക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. രണ്ടുപേരുടെയും ശുപാർശ സ്വീകരിക്കപ്പെടും. മുസ്നദ് അഹ്മദിൽ വന്ന ഹദീസ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പുകാരന്റെ, ചില ആളുകൾ പറയാ വായലെ മണമെന്നാണ്, ഞാനതിന് മണം വെക്കാറ് അങ്ങനല്ല. ഖലൂഫ് എന്നാണ് റസൂലുള്ളാഹി ഉപയോഗിച്ചിട്ടുള്ള വാക്ക്.
ഖലൂഫ്. ഖലൂഫ് എന്ന അറബ് വാക്കിനെ പറ്റി ഗവേഷണം ചെയ്തു പോയാൽ കിട്ടുന്ന അർത്ഥം വായയുടെ നാറ്റെന്നല്ല. ഖലൂഫിന് യഥാർത്ഥമായ അർത്ഥം ആമാശയത്തിൽ നിന്ന് വരുന്ന ശ്വാസമാണ്. ആമാശയം ഒഴിഞ്ഞു കിടക്കുമ്പോൾ നോമ്പുകാരൻ്റെ വയറ് കാലിയാണ്, അല്ലാതെ വായുനാറ്റായിട്ടും അതിന് യാതൊരു ബന്ധമില്ല. നോമ്പുകാരൻ്റെ വയറ് ഒഴിഞ്ഞു കിടക്കുക എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ആ ഖലൂഫ്. ല ഖലൂഫ് എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. തീർച്ചയായും ഖലൂഫ് കസ്തൂരിയേക്കാൾ ഗന്ധമുള്ളതാണ്. അത് വായയുടെ ഒരു വാസനയല്ല അതിലെ പ്രശ്നം. ഒഴിഞ്ഞ ആമാശയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വായു അത് കസ്തൂരിയേക്കാൾ ഗന്ധമുള്ളതാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പുകാരന്റെ ആമാശയത്തിൽ നിന്നുള്ള ശ്വാസത്തിന്റെ ഗന്ധം അല്ലാഹുവിന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ്. ബുഖാരി, മുസ്ലിം. അള്ളാഹുവിന് വേണ്ടി വ്രതമനുഷ്ഠിച്ച് ആ അവസ്ഥയിൽ മരണപ്പെട്ട വ്യക്തി സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പരിശുദ്ധ റസൂൽ. അഹ്മദിൽ വന്ന ഹദീസാണ്. ആദം സന്തതിയുടെ ഓരോ സൽക്കർമ്മത്തിനും ധാരാളം ഇരട്ടി പ്രതിഫലമുണ്ട്, വർദ്ധിച്ചു നൽകപ്പെടും. ഒരു നന്മക്ക് 10 മുതൽ 700 ഇരട്ടി വരെ. അള്ളാഹു പറയുന്നു, നോമ്പ് എനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം നൽകുന്നത് ഞാനാണ്. ഓരോന്നിനും റസൂലുള്ളാഹി പറയണം എത്ര കണക്കാക്കിയിട്ടുണ്ട്. പക്ഷെ നോമ്പിന്റെ കാര്യത്തിൽ അല്ലാഹു പറയണം അത് എനിക്കുള്ളതാണ്. പക്ഷെ അതിന്റെ അർത്ഥം എന്താ? പ്രതിഫലം കണക്കാക്കിയിട്ടില്ല, കണക്കാക്കാത്ത അത്രയാണ്. ഓരോന്നിനും കാൽക്കുലേഷൻ ഉണ്ട്. നോമ്പിന് കണക്കറ്റതാണ്. അതുകൊണ്ട് അത് എനിക്കുള്ളതാണ്, ഞാൻ തന്നെ പ്രതിഫലം നൽകും. ഞാൻ കൽപ്പിച്ചതനുസരിച്ച് അവൻ കാമം വെടിഞ്ഞു, ഞാൻ കൽപ്പിച്ചതനുസരിച്ച് അവൻ അന്നപാനീയങ്ങളും ഉപേക്ഷിച്ചുവെന്ന് സഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസിൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയാണ് തന്റെ പ്രിയപ്പെട്ട സഹാബി അനസിനോട്, അനസേ, ഞാൻ നോമ്പ് നോൽക്കാൻ ഉദ്ദേശിക്കുന്നു, എനിക്ക് എന്തെങ്കിലും കഴിക്കണം. അത്താഴത്തിന്റെ പ്രാധാന്യം പറയണം, എനിക്ക് എന്തെങ്കിലും കഴിക്കണം. ഉടൻ ഞാൻ കാരക്കയും വെള്ളവും കൊണ്ടുപോയി നബിയുടെ മുമ്പിൽ എത്തിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്താഴം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കാഴ്ചപ്പാട് എത്ര കൂട്ടാൻ, എത്ര പൊരിച്ചത്, എത്ര കരിച്ചത്. ആളുകൾ ഇന്ന് ഇങ്ങനെ മാംസം കഴിക്കുന്ന ഒരു ന്യായം പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും മാംസം കഴിച്ചിരുന്നവർ പറയാ, ആഴ്ചയിൽ എത്ര വട്ടം പട്ടിണിയായിരുന്നു, എത്ര വട്ടം നോമ്പായിരുന്നു. അവർ മാംസം കഴിക്കുമ്പോൾ കൂടെ വേറെ എന്തെങ്കിലും കഴിച്ചിരുന്നോ? ഒക്കെ ഒന്ന് പഠിച്ചിട്ട് മതി ഇന്നത്തെ ആർഭാടത്തിന്, അന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് ന്യായം കൊണ്ടുവരാൻ. എന്നിട്ട് ഈ ഈത്തപ്പഴം വെള്ളം കൊണ്ടെന്ന് വെച്ചപ്പോൾ റസൂലുള്ളാഹി പറയണം, അനസേ, എന്റെ കൂടെ കഴിക്കാൻ ഒരാളെ നോക്കൂ. ആകെ ഈത്തപ്പഴം കൊണ്ടുള്ളൂ, അതും ഒറ്റക്ക് കഴിക്കില്ല, ഒരാളെയും കൂടി കൊണ്ടുപോകാൻ. അങ്ങനെ ഞാൻ പോയി സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു കൊണ്ടുവന്നു. നോമ്പിന്റെ ആരോഗ്യ തത്വങ്ങളെ പറ്റിയൊക്കെ ഒരുപാട് നമ്മൾ പറയണതാണ്. ഞാനൊരു ചെറിയ പരാമർശം അതിനെ പറ്റി പറയാണ്. ഈ ലോകത്ത് മനുഷ്യന്റെ ആരോഗ്യം നിലനിർത്താൻ ഏറ്റവും ആവശ്യം ഭക്ഷണ നിയന്ത്രണവും പഥ്യമാണ്. അത് രണ്ടും നോമ്പിലുണ്ട്. ഭക്ഷണം നിയന്ത്രിക്കുക, കഴിക്കുന്ന ഭക്ഷണം ചുരുക്കുക, പഥ്യം. നോമ്പ് പറഞ്ഞാൽ പകല് മുഴുവൻ വയറിന് ഉപവാസം കൊടുത്തിട്ട് രാത്രി മുഴുവൻ അതിന് പകരം വീട്ടുന്ന മാതിരി മൃഷ്ടാന്ന ഭോജനം നടത്തുന്ന പരിപാടിയല്ല. ലോകത്ത് എല്ലാവരും നോമ്പിന്റെ സംസ്കാരത്തിലേക്ക് വന്നാൽ മാനവരാശി ചികിത്സക്ക് മുടക്കുന്ന പണത്തിന്റെ 1/3 ലാഭിക്കാൻ കഴിയും എന്നാണ് ഗവേഷണത്തിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാവരും നോമ്പിന്റെ ഒരു സംസ്കാരത്തിലേക്ക് വന്നാൽ മനുഷ്യർ ചികിത്സക്ക് വേണ്ടി ചെലവഴിക്കുന്ന പണത്തിന്റെ 2/3 ലാഭിക്കാൻ കഴിയും. സൗദി അറേബ്യയിലൊക്കെ ഒരു വാഹനം തട്ടിയിട്ട് ഒരു ഡ്രൈവർ അങ്ങ് പോയാൽ അവനെ വിടൂല. മരിച്ച ആളുടെ കുടുംബത്തിന് ഡ്രൈവർ ബ്ലഡ് മണി കൊടുക്കണം, നഷ്ടപരിഹാരം, ജീവൻ നഷ്ടപ്പെട്ടതിന്. അത് ശർഇന്റെ നിയമമാണ്. അത് കൊടുക്കാൻ കഴിയാത്തവൻ 2 മാസം നോമ്പ് നോൽക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ വിധിച്ചു. തുടർച്ചയായ 2 മാസം. എനിക്ക് സൗകര്യമുള്ളപ്പോൾ നോമ്പോറ്റാ പോരാ, 2 മാസം ഞെരുങ്ങിയിട്ട് 60 ദിവസം നോമ്പ് നോൽക്കണം. ബ്ലഡ് മണി കൊടുക്കാൻ കഴിയില്ലെങ്കിൽ അതിന്റെ പൊരുളെന്താണെന്നറിയോ? അതിന്റെ പൊരുള് കൊലപാതകിയുടെ മനസ്സിനെ നോമ്പ് വെച്ചിട്ട് ശരിയാക്കുന്നതാണ്. കൊല നടത്തിയവനാണ് ഇവൻ കൊലപാതകയാണ്, ഘാതകനാണ്, പരുക്കനാണ്. നിക്കാഹിന്റെ സദസ്സുകളിലൊന്നും ചില പണ്ഡിതന്മാർ ഖുത്ബയിൽ ഓതുന്ന വാക്കാണ്, ഞെട്ടിപ്പോവും. പെട്ടെന്ന് കേട്ടാൽ ഈ ലോകത്തിന് ദഹിക്കുമോ? ഒരു ഭാര്യയെ കെട്ടാനും മഹർ കൊടുക്കാനും പോറ്റാനും പണല്ലേ, സാമ്പത്തിക ശേഷിയില്ലേ? നോമ്പെടുത്തെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നോമ്പ് കാമവികാരത്തെ അടിച്ചമർത്തി ജീവിതശുദ്ധി കൈവരുത്തും. വിവാഹത്തിന് കഴിയാത്തവൻ വ്രതമനുഷ്ഠിച്ചു കൊള്ളട്ടെ. കുറഞ്ഞ ഭക്ഷണം കഴിക്കുന്നവരുടെ കുറഞ്ഞ ആരാധന കൊണ്ട് അള്ളാഹു തൃപ്തിപ്പെടും. പുണ്യ റസൂൽ
ഭക്ഷണം കുറച്ച് കഴിക്കുന്നവൻ്റെ കുറഞ്ഞ ഇബാദത്ത് തന്നെ അള്ളാഹ്ക്ക് തൃപ്തിയാവുന്നു. എന്തതിൻ്റെ കാരണം? ആ കുറഞ്ഞ ഭക്ഷണം തന്നെ ഒരു ഇബാദത്താണ്. തീറ്റ കുറക്കൽ ഒരു ഇബാദത്താണ്. ഒരുപാട് ഭക്ഷണം കഴിക്കൽ ഒരു നല്ല ഏർപ്പാടല്ല. ഭക്ഷണം നിയന്ത്രിക്കുന്ന ഒരു ഇബാദത്തുണ്ട്. അതുകൊണ്ട് ആ ആള് കുറഞ്ഞ ഇബാദത്ത് ചെയ്താൽ തന്നെ അള്ളാഹു സ്വീകരിക്കും. സത്യവിശ്വാസി ഒരു വയറിനുള്ളതേ കഴിക്കൂ, 7 വയറിനുള്ളത് കഴിക്കുകയില്ലെന്ന് പരിശുദ്ധ റസൂൽ. തുർമുദി ഒക്കെ സഹിയായ ഹദീസുകളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പേര് പറയുന്നത്. വളരെ പ്രബലമായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നതാണ്. എൻ്റെ ഉമ്മത്തിനെ സംബന്ധിച്ച് ഞാൻ ആശങ്കപ്പെടുന്നത് ദാരിദ്ര്യമല്ല, ആർഭാടമാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണം കുറഞ്ഞവർക്കാണ് ആരോഗ്യം. 2 എലികളെ റിസർച്ച് നടത്തിയ ഡോക്ടർമാർ ഒരു എലിക്ക് നല്ലോണം ഭക്ഷണം കൊടുത്തു, മറ്റേ എലിയെ കുറച്ച് മാത്രം ഭക്ഷണം കൊടുത്തിട്ട് ഇടക്കിടക്ക് നോമ്പ് നോൽപ്പിച്ചു, ഉപവാസം കൊടുത്തു. 2ാമത്തെ എലിയാണ്, ഭക്ഷണം കുറഞ്ഞ് കഴിച്ച എലിയാണ്, ആരോഗ്യത്തോടു കൂടി ദീർഘായുസോടു കൂടി നിലനിന്നത്. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ചെന്നിക്കുത്തിനുള്ള ചികിത്സ നോമ്പ് കൊണ്ടാണ് തുടങ്ങുന്നത്. ചെന്നിക്കുത്ത് വേദന, അതിനുള്ള ചികിത്സ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും തുടങ്ങുന്നത് ആളെ നോമ്പൊൽപ്പിച്ചിട്ടാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ വായു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഭക്ഷണമാണ്. ആ ഭക്ഷണത്തിൽ നിന്നാണ് പല കാര്യങ്ങളും ശരീരത്തിന് വേണ്ടത് എടുക്കുന്നത്. അത് ആവശ്യം കഴിഞ്ഞ് ബാക്കി വരുമ്പോൾ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ഫാറ്റ് ഇത് ശരീരം സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങും. അതാണ് ദുർമേധസ്, അതിപുഷ്ടി. നോമ്പ് നോൽക്കുമ്പോ ഭക്ഷണം വേണ്ടത്ര ചെല്ലാതിരിക്കുമ്പോൾ സ്റ്റോർ ചെയ്ത് വെച്ച പ്രോട്ടീന്, സ്റ്റോർ ചെയ്ത് വെച്ച ഫാറ്റ്, സ്റ്റോർ ചെയ്ത് വെച്ച കാർബോഹൈഡ്രേറ്റ് ഇതൊക്കെ ശരീരം എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങും. അങ്ങനെ ശേഖരിച്ച് വെച്ച സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശരീരത്തിന് ആരോഗ്യം വരും. ഹൃദ്രോഗത്തൊക്കെ അങ്ങനെയാണ് ചികിത്സിക്കുന്നത്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദാനധർമ്മങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും പരിശുദ്ധ റമദാനെ 1ാം തരം അവസരമാക്കി. അതുകൊണ്ട് സഹാനുഭൂതിയുടെ മാസം, ഷഹ്റുൽ മുവാസാത്ത് എന്ന് റമദാനിന് പേര് പറയപ്പെട്ടിട്ടുണ്ട്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മനുഷ്യരിലും വെച്ച് ഏറ്റവും ഔദാര്യവാനായിരുന്നു. വകാന അജ്വദു മാ യകൂനു ഫീ റമദാൻ. റമദാനിലായിരുന്നു നബി ഏറ്റവും ഔദാര്യവാനായിരുന്നത്. കൊടുക്കന്നെ, സദഖന്നെ, ദാനധർമ്മങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹീന യൽഖാഹു ജിബ്രീൽ. ജിബ്രീൽ നബിയെ കാണുമ്പോൾ, റമദാനിൽ നബിയെ കണ്ടുമുട്ടുമ്പോൾ റസൂൽ ഏറ്റവും ഔദാര്യവാനായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. വകാന യൽഖാഹു ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമദാൻ. റമദാനിലെ എല്ലാ രാത്രിയും നബിയെ കാണാൻ ജിബ്രീൽ എത്തുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫയുദാരിസുൽ ഖുർആൻ. നബി ജിബ്രീലുമായിരുന്നു ഖുർആൻ ചർച്ച ചെയ്യുമായിരുന്നു. ഖുർആൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓതി കേൾപ്പിക്കുമായിരുന്നു. വേറെ ഹദീസിൽ റസൂൽ ഖുർആൻ ഓതി ജിബ്രീൽ കേൾക്കുന്നു, ജിബ്രീൽ ഖുർആൻ ഓതി റസൂലുള്ള കേൾക്കുന്നു പറയപ്പെട്ടിട്ടുണ്ട്. അതാണ് ഞാൻ പരസ്പരം എന്ന് പറഞ്ഞത്. ഈ ഹദീസിലല്ല, ആ ഹദീസിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫല റസൂലുള്ളാഹി അജ്വദു ബിൽ ഖൈർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്മ കൊടുക്കുന്ന കാര്യത്തിൽ, നല്ലത് ജനങ്ങൾക്ക് ദാനം ചെയ്യുന്ന കാര്യത്തിൽ മിനർ റീഹിൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ വേഗത്തിൽ ഔദാര്യവാനായിരുന്നു പരിശുദ്ധ റസൂൽ. ഖുർആൻ ഖത്മ ചെയ്യേണ്ട മാസമാണ് റമദാൻ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു റമദാനിൽ ഒരു ദിവസം ഖുർആൻ ഒരു വട്ടം ഖത്മ ചെയ്തു. ഖതാദ റളിയല്ലാഹു അൻഹു 7 ദിവസത്തിൽ ഒരിക്കൽ ഖുർആൻ ഒരു വട്ടം പൂർത്തിയാക്കി. ഇമാം ശാഫിഈ റഹ്മഹുല്ലാഹ് റമദാനിൽ 60 തവണ ഖുർആൻ ഖത്മ ചെയ്തു. ഇമാം സുഹരി ഹദീസിന്റെ ദർസ് മാറ്റിവെച്ച് പരിശുദ്ധ റമദാൻ മുഴുവനും ഖുർആനിന് വേണ്ടി നീക്കിവെച്ചു. റമദാൻ തറാവീഹിന്റെ മാസമാണ്. അതിന്റെ അവസാനത്തെ 10-ലെ 3 രാത്രിയാണ് പുണ്യ റസൂൽ അത് മസ്ജിദിൽ വെച്ചിട്ട് കൂട്ടായിട്ട് നമസ്കരിച്ചത്, ജമാഅത്തായിട്ട് നമസ്കരിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യത്തെ രാത്രിയുടെ ആദ്യ ഭാഗത്ത് റസൂൽ നമസ്കരിച്ചു. രാത്രിയുടെ 1/3 കഴിഞ്ഞു പോയി നിസ്കാരം കഴിഞ്ഞപ്പോഴേക്ക്. 2ാമത്തെ രാത്രിയുടെ പകുതി വരെ നിസ്കരിച്ചു. രാത്രിയുടെ ബാക്കി സമയം കൂടി നിസ്കരിക്കാൻ ഞങ്ങൾ അപേക്ഷിച്ചു, സഹാബികൾ പറയാണ്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാമിനോടൊപ്പം നമസ്കരിച്ചവരെല്ലാം മുഴുവൻ രാത്രിയിൽ നമസ്കരിച്ചവരെ പോലെയാണെന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 3ാമത്തെ രാത്രി വീട്ടുകാരെ വിളിച്ച് എല്ലാവരെയും കൂടി നമസ്കരിച്ചു. അത്താഴ സമയം കഴിഞ്ഞു പോകുമോ എന്ന് ഞങ്ങൾ ആശങ്കപ്പെടും വരെ അല്ലാഹുവിന്റെ റസൂൽ തറാവീഹ് നമസ്കരിച്ചു. ഇമാമിനോടൊപ്പം തറാവീഹ്